റവ കൊണ്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓവനൊന്നും ആവശ്യമായിട്ടില്ല. അതുപോലെ തന്നെ മുട്ടയും വേണ്ട. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് മധുരത്തിനായിട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പകരം പഞ്ചസാര ചേർത്താലും മതി. 1/4 കപ്പ് ചേർത്തോളൂ. ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറക്കാത്ത നേർത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റവ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് അരച്ചെടുക്കുമ്പോൾ കിട്ടുക. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. റവ ആയതുകൊണ്ടാണ് ഇതുപോലെ റെസ്റ്റ് ചെയ്തെടുക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കി എടുക്കാം. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ലപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ മൈദയോ ടെസ്റ്റ് ചെയ്തെടുത്താലും മതിയാകും. 5 മിനിറ്റിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പാല് ചേർത്ത് കൺസിസ്റ്റൻസി റെഡിയാക്കാവുന്നതാണ്. ഈ ഒരു പാകത്തിലാണ് കൂട്ട് വേണ്ടത്. ഈ ഒരു കൂട്ടിന് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ആ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരല്പം വലിയ അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലേക്കായിട്ട് ഉപ്പും ഇതുപോലെ ഒരു സ്റ്റാൻഡും വെച്ച് കൊടുക്കാം. ഈ ഒരു ഓവൻ സെറ്റപ്പ് നമ്മൾ ആ ഒരു കേക്കിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കുന്നതിന് മുന്നേ തന്നെ ആദ്യമേ ചൂടാക്കാൻ വേണ്ടി വെക്കണം. ഒരു 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം വേണം കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ. ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം 40 മുതൽ 45 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിക്കോളൂ. ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ചെക്ക് ചെയ്തിട്ട് നീറ്റായിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചൂട് ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിവിടെ കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു കേക്ക് റവ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആർക്കും മനസ്സിലാകില്ല. സാധാരണ മൈദ കൊണ്ടുണ്ടാക്കിയ കേക്ക് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്കും കിട്ടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്.